നമസ്കാരം. ന്യൂസ് 18 ഓട്ടോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഹോണ്ട അമീസിൻ്റെ 3ാം ജനറേഷനിലെ വാഹനവുമായി എത്തിയിരിക്കുകയാണ്. വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് അനുഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോണ്ട മോട്ടോർ കോർപ്പറേഷൻ ലിമിറ്റഡ് 1946 തുടങ്ങിയത്. ഓട്ടോമൊബൈൽ തുടങ്ങി ജെറ്റ് എഞ്ചിൻ വരെ സമസ്ത മേഖലയിലും ഹോണ്ടയുടെ മുദ്ര നമുക്ക് കാണാം. അതിപ്പോൾ ഗാർഡൻ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ കാര്യത്തിലാണെങ്കിലും 2 വീലർ സെഗ്മെൻറ്റിലാണെങ്കിലും ഒക്കെ തന്നെ ഹോണ്ടയ്ക്ക് വലിയൊരു സാമ്രാജ്യമാണുള്ളത്. ഹോണ്ട ഇന്ത്യയിലെത്തുന്നത്, അതായത് ഹോണ്ട കാർസ് ഇന്ത്യ ലിമിറ്റഡ് 1995 തുടങ്ങുന്നത്. 24 വർഷങ്ങൾ കഴിയുന്നു. ഇതിനിടയിൽ അവരുടെ ഒരുപാട് മോഡലുകൾ ഇവിടെ വന്നുപോയി. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ വിൽപ്പനയിലുള്ളത് 3 മോഡലുകളാണ്. അതിൽ ഒന്നാണ് ഹോണ്ട അമീസ്. ഹോണ്ട അമീസും ഹോണ്ട സിറ്റിയും ഹോണ്ട എലിവേറ്റും വിപണിയിൽ ഉണ്ട്. അപ്പോൾ ഹോണ്ട അമീസിൻ്റെ 3ാം ജനറേഷനൊപ്പമാണ് ഞാനുള്ളത്. ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങൾ ഗോവയിൽ വെച്ച് നടക്കുകയാണ്. ആ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2013 ഹോണ്ട അമീസ് ആദ്യമായിട്ട് ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തുന്നത്. അപ്പോൾ 2018 ഇതിനൊരു സെക്കൻഡ് ജനറേഷൻ ഹോണ്ട അമീസ് വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിച്ചു. അപ്പം ഇതുവരെ ഹോണ്ട അമീസിൻ്റെ ഒരു കസ്റ്റമർ കണക്കുകൾ പറയുകയാണെങ്കിൽ 5,80,000 ഹോണ്ട അമീസുകളാണ് ഇന്ത്യൻ വാഹന ലോകത്ത് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞത്. 3rd ജനറേഷൻ ഹോണ്ട അമീസ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ്. ഇത് ശരിക്കും ഫാമിലി ഓഡിയൻസിനെ മാത്രമല്ല യങ് ജനറേഷനെ കൂടി ടാർഗറ്റ് ചെയ്ത ഒരു വാഹനമാണ്. മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു എൻട്രി ലെവൽ വാഹനമാണ്. ഹോണ്ടയുടെ ഒഫീഷ്യൽസ് പറഞ്ഞത് ഇതുവരെ ഉള്ള ബുക്കിങ്ങിൽ 60% ഇതിൻ്റെ ടോപ്പ് ട്രിമിന്, അതായത് അഡാസ് ലെവൽ 2 സൗകര്യമുള്ള ആ ഒരു മോഡലിലേക്കാണ് വന്നിരിക്കുന്നത്. 3 ട്രിമ്മിലാണ് ഹോണ്ട അമീസ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പ് ട്രിമ്മിലാണ് അഡാസ് ലെവൽ 2 സൗകര്യമുള്ളത്. അതായത് ഇന്ത്യയിലെ കസ്റ്റമേഴ്സ് ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റി കോൺഷ്യസ് ആണ്. അവർക്ക് സേഫ്റ്റി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഹോണ്ട അമീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സെഡാനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഈ വാഹനത്തിലേക്ക് വന്നു. അഡാസ് ലെവൽ 2 സൗകര്യം വന്നു എന്നതല്ല, പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഏറ്റവും അഫോർഡബിളായിട്ടുള്ള അഡാസ് ലെവൽ 2 സൗകര്യമുള്ള സെഡാൻ ആയിട്ട് ഇതിനെ പരിഗണിക്കാം എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. 10,90,000 രൂപ എക്സ് ഷോറൂം പ്രൈസിൽ നിങ്ങൾക്ക് അഡാസ് ലെവൽ 2 സൗകര്യമുള്ള ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഒരുപാട് വാഹനങ്ങളിലേക്ക് അഡാസ് ലെവൽ 2 സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഒരു മനോഹരമായിട്ടുള്ള സേഫ്റ്റി റിച്ച് ആയിട്ടുള്ള ഒരു സെഡാൻ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. അപ്പോൾ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ തന്നെ ഇത് ഒരു വളരെ ആകർഷകമായ ഒരു വിലയാണ്. പ്രത്യേകിച്ചും സെഡാൻ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഓഡിയൻസാണ് കൂടുതലായിട്ടും സെഡാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഒരു സെഡാൻ്റെ കാലഘട്ടമാണ്. മാരുതി സുസുക്കി ഡിസയറും അതേപോലെ തന്നെ ഹോണ്ട അമീസും ഒപ്പം ഹ്യുണ്ടായി ഓറയും പിന്നെ ടാറ്റ ടിഗോറും ഒക്കെ തന്നെ ഇങ്ങനെ വാഹന ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. തായ്ലൻഡിലെ ഹോണ്ട R&D ഏഷ്യ പസഫിക് സെൻറ്ററിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തത്. 2013 ഡിസൈൻ ചെയ്ത ഹോണ്ട അമീസ് ഡെവലപ്പ് ചെയ്തത് ഇന്ത്യയിലെ ഗ്രേറ്റർ നോയിഡയിലും രാജസ്ഥാനിലും ഒക്കെ തന്നെയായിട്ടാണ്. അപ്പം 90% ലോക്കലൈസേഷനോട് കൂടിയിട്ടാണ് ഹോണ്ട അമീസ് എത്തുന്നത്. ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ടൊരു ഡീസൽ എൻജിൻ അവതരിപ്പിച്ചത് ഹോണ്ട അമീസിലാണ്. വിവിധ രാജ്യങ്ങളിൽ പല പേരുകളിലാണ് ഹോണ്ട അമീസ് അറിയപ്പെടുന്നത്. എന്തായാലും ഹോണ്ട അമീസിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. ശരിക്കും ഈ ഒരു വാഹനം 3ാം ജനറേഷനിലെ ഈ വാഹനം തായ്ലൻഡിൽ ഡെവലപ്പ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എലൈറ്റ് ബൂസ്റ്റർ സെഡാൻ എന്ന ഡിസൈൻ കോൺസെപ്റ്റിലാണ് 3ാം ജനറേഷൻ ഹോണ്ട അമീസി എത്തുന്നത്. വളരെ ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട ഫാമിലി ഇപ്പോൾ നിലവിലുള്ള ഹോണ്ട എലിവേറ്റിൽ നിന്നും ഹോണ്ട സിറ്റിയിൽ നിന്നും ഒക്കെ തന്നെ പ്രചോദനം ഉൾക്കൊണ്ട്, അതായത് നമ്മൾ മുൻഭാഗം ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഹോണ്ട എലിവേറ്റിൻ്റെ ആ വൈഡർ ഗ്രിൽ ഇവിടെയായിട്ട് കാണാം. ഇതിൻ്റെ റിയർ കാഴ്ചയാണെങ്കിൽ ഹോണ്ട സിറ്റി ആയിട്ടും നമുക്ക്
തോന്നും, സാമ്യങ്ങൾ തോന്നും. എന്തായാലും ഒരേ ഫാമിലിയിലെ വാഹനങ്ങളാണ്. അവരുടെ സിഗ്നേച്ചർ എലിമെൻറ്റുകളെല്ലാം തന്നെ ഈ വാഹനത്തിലേക്കും വരും. അപ്പോൾ മൊത്തത്തിൽ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മാറി നല്ലൊരു മാറ്റമായിട്ട് തന്നെയാണ് തോന്നുന്നത്. സെക്കൻഡ് ജനറേഷൻ ഹോണ്ട അമീസിൻ്റെ മുൻഭാഗം നമ്മൾ കാണുമ്പോൾ ഒരുപാട് ഒടിവുകളും മടക്കുകളും എഡ്ജസും ഒക്കെ തന്നെ കാണുമായിരുന്നു. പക്ഷേ ഇത് നീറ്റാണ്, അതായത് വളരെ ബോൾഡായിട്ടുള്ള ഒരു ഡിസൈനാണ്. കൂടുതൽ വൈഡറായിട്ട് തോന്നുന്നുണ്ട്. വളരെ സ്ലീക്കായിട്ടുള്ള ഹെഡ് ലാമ്പുകളാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തെ എല്ലാ വേരിയൻറ്റുകളിലും, അതായത് 3 ട്രിമുകളിലാണ് ഈ വാഹനം എത്തുന്നത്. അതിലെ എല്ലാ ലൈറ്റുകളും LED ആണ്. അതേപോലെ തന്നെ ഈ വൈഡർ ഗ്രില്ലാണ് ഈ ഹോണ്ട അമീസിൻ്റെ ഏറ്റവും ഭംഗി തോന്നുന്ന, മുൻഭാഗത്തെ ഏറ്റവും ഭംഗി തോന്നുന്ന ഒരു സംഗതി. അതേപോലെ തന്നെ ഷോൾഡർ ലൈൻ മികച്ചതായിട്ട് തന്നെ പറയുന്നു. വാഹനത്തിന് ശരിക്കും ഒരു അപ്രൈറ്റ് പൊസിഷനാണ്. ആദ്യത്തെ ഹോണ്ട അമീസ് മൊത്തത്തിലൊന്ന് പതുങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും ശരിക്കും സെഡാനുകളെല്ലാം തന്നെ അങ്ങനെയാണ്. പക്ഷേ ഇത് ഒരു വളരെ ബോൾഡ് ആൻഡ് നീറ്റ് ലുക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്രൈറ്റ് പൊസിഷൻ കൊണ്ടും ഷോൾഡർ ലൈൻ കൊണ്ടും ഒക്കെ തന്നെ ഈ വൈഡർ ലുക്കിലുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള ഗ്രില്ല് കൊണ്ടും പുത്തൻ ഹോണ്ട അമീസിൻ്റെ ഈ ഒരു ലുക്ക് വളരെ മനോഹരമായി എന്ന് തന്നെ പറയുന്നു. സെഡാൻ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹോണ്ട അമീസിൻ്റെ സൈഡ് പ്രൊഫൈൽ ഒരുപാട് ഇഷ്ടമാകും. ഇതിൻ്റെ ഹെഡ് ലാമ്പുകൾ അല്ലെങ്കിൽ DRL ഇതിനോട് ചേർന്ന് ഒരു സ്ലീക്കായിട്ടുള്ള ഒരു ലൈൻ റിയർ ലൈറ്റ് വരെയും കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു വളരെ ലെങ്തി ആയിട്ടും സ്ലീക്കായിട്ടും ഈ വാഹനത്തെ തോന്നാൻ ഉപകരിക്കുന്ന ഒന്നാണ്. മനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈൻ എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ലെയിൻ വാച്ച് ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ക്യാമറ ഇവിടെയായിട്ടാണ് വരുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇതിൻ്റെ പില്ലറിൽ നിന്ന് മാറ്റി ഡോറിലേക്ക് ഇതിൻ്റെ സൈഡ് വ്യൂ മിറർ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു മാറ്റം. 172 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ക്രോം എലിമെൻറ്റിലാണ് ഇതിൻ്റെ ഹാൻഡിൽസ് ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് അലോയ് വീൽ, ഡ്യുവൽ ടോൺ അലോയ് വീലാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ ഹോണ്ട അമീസിൽ നിന്നും കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇതിൻ്റെ ബേസ് ട്രിമിൽ വരുന്നത് 14 ഇഞ്ചാണ്. 3 ട്രിമിലാണ് ഹോണ്ട അമീസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില തുടങ്ങുന്നത് 8 ലക്ഷം രൂപ ഷോറൂം പ്രൈസാണ്. ബേസ് വേരിയൻറ്റിന് 10,90,000 രൂപയാണ് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിന്. സെക്കൻഡ് ജനറേഷൻ ഹോണ്ട അമീസിനേക്കാൾ 38 mm വൈഡറായിട്ടുണ്ട് മൂന്നാം ജനറേഷനിലേക്ക് വാഹനം എത്തുമ്പോൾ. അതേപോലെ തന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 4 ലിറ്റർ ബൂട്ട് സ്പേസാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ഇപ്പോൾ 416 ലിറ്ററാണ്. ശരിക്കും 5 സൂട്ട് കേസിനൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നു എന്നാണ് അവർ പറയുന്നത്. വലിയ ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കയറി ഇരിക്കാവുന്ന ഒരു അത്രയ്ക്ക് വൈഡാണെന്ന് തന്നെ തീർച്ചയായിട്ടും പറയുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോണ്ട ഒരുപാട് ആക്സസറീസ് 38ലധികം ആക്സസറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വാഹനത്തിന് കൂടുതൽ സ്പോട്ടി ലുക്ക് വേണമെങ്കിൽ റിയർ സ്പോയിലർ, റിഫ്ലക്ടറോട് കൂടിയിട്ടുള്ള റിയർ സ്പോയിലറൊക്കെ തന്നെയുണ്ട്. ഹോണ്ട അമീസിനെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ 38ലധികം ആക്സസറീസ് പാക്കേജുകൾ നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ട്. 2 തരം പാക്കേജുകളാണുള്ളത്. പ്രസ്റ്റീജ് എന്ന് പറയുന്ന പാക്കേജുമുണ്ട്, അതുപോലെ തന്നെ യൂട്ടിലിറ്റി പാക്കേജും ഉണ്ട്. പ്രസ്റ്റീജ് എന്ന പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രോം ഗാർണിഷും അതുപോലെ തന്നെ റിയറിൽ അവരൊരു സ്പോയിലർ കൊണ്ടുവന്നിട്ടുണ്ട്. സ്പോയിലറിൽ റിഫ്ലക്ടറൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും റിയർ കാഴ്ച ഏറ്റവും സ്പോട്ടിയാക്കാനായിട്ട് ഈ സ്പോയിലർ ഉപയോഗിക്കുന്നു എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. ഇൻറ്റീരിയറിൽ 7 തരത്തിലുള്ള ആംബിയൻ ലൈറ്റിംഗ്, റിഫ്ലക്റ്റീവ് ആംബിയൻ ലൈറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ യൂട്ടിലിറ്റി പാക്കേജിൽ ശരിക്കും വാഹനത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഫ്രണ്ടിൽ സെൻസസ് വന്നിട്ടുണ്ട്. ആ ഒരു പാക്കേജിൽ തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. A&C ടൈപ്പ് ചാർജർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 5 തരത്തിലുള്ള സീറ്റ് കവറുകൾ, അതായത് മസാജ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള സീറ്റ് കവറുകൾ, ബേജിലും ബ്ലാക്കിൽ കളർ കോമ്പിനേഷനിൽ വരുന്ന സീറ്റ് കവറുകൾ വന്നിരിക്കുന്നു. ഇത്രയധികം വെറൈറ്റി ഒക്കെ തന്നെ നൽകുന്നു. അതായത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ ഓരോ രീതിയിലാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യട്ടെ എന്ന് കരുതിയാണ് നിർമ്മാതാക്കൾ ഇത്രയധികം ആക്സസറീസ് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു റിയർ കാഴ്ചയാണ്. ഇപ്പോൾ എന്തായാലും ഷാർപ്പിൻ ആൻറ്റിന വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റിയർ ലൈറ്റുകൾ ഇതെല്ലാം LED ആണ്. ഹോണ്ടയുടെ ബാഡ്ജിങ് വന്നിരിക്കുന്നു. റിയർ സെൻസേഴ്സ് ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഹോണ്ടയുടെ ഹൈവി ടെക് എന്ന് പറയുന്ന അവരുടെ എഞ്ചിൻ്റെ ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിരിക്കുന്നു.
കൊടുത്തിരിക്കുന്നു. റിയർ കാഴ്ച ഇത്രയുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബമ്പർ ബോഡി കളേർഡ് തന്നെയാണ്. 6 നിറങ്ങളിലാണ് ഹോണ്ട അമീസ് 2024 എത്തുന്നത്. റേഡിയൻ റെഡ് മെറ്റാലിക് എന്ന മനോഹരമായിട്ടുള്ള നിറമാണിത്. പുതുതായിട്ട് അവർ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഒബ്സീഡിയൻ ബ്ലൂ. ശരിക്കും ബ്ലൂവിൻ്റെ നല്ല ഒരു ഷെയ്ഡ് എന്ന് തന്നെ പറയാം. ഇതോടൊപ്പം തന്നെ വൈറ്റിലും ഗ്രേയിലും അതേപോലെ തന്നെ ബ്രൗണിലും സിൽവർ നിറത്തിലും ഒക്കെ തന്നെ ഹോണ്ട അമീസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹോണ്ട അമേസിനോടൊപ്പം മത്സരിക്കുന്നത് മാരുതി സുസുക്കിയുടെ ഡിസയറും അതേപോലെ തന്നെ ഹ്യുണ്ടായി ഓറയും അതേപോലെ ടാറ്റ ടിഗോറും ഒക്കെ തന്നെയാണ്. ഇതുവരെയുള്ള ഒരു കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഹോണ്ട അമേസ് ഒഴിച്ച് ബാക്കി 3 ബ്രാൻഡിൻ്റെ വാഹനങ്ങൾക്കും ഒരു CNG പതിപ്പ് ഉണ്ടായിരുന്നു. മറ്റ് വാഹന നിർമ്മാതാക്കളുടെ പകുതിയിലേറെ വിൽപ്പന നടക്കുന്നതും CNG സെഗ്മെൻറ്റിലാണ്. അപ്പോൾ ഹോണ്ട അമേസ് 3ാം ജനറേഷൻ അവതരിപ്പിച്ചപ്പോൾ ഡീലർഷിപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ വാഹനത്തെ CNG ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവർ തന്നെ ഹോണ്ട തന്നെ നേരിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. 1 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ CNG കൺവേർഷൻ. അതായത് ഡ്യുവൽ ഓപ്ഷനിലുള്ള വാഹനത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ അധികം കൊടുത്താൽ മതി. ഇതൊരു നല്ല കാര്യമായിട്ട് തന്നെ പറയണം. 3ാം ജനറേഷൻ ഹോണ്ട അമേസ് മെക്കാനിക്കലി അൺചേഞ്ച്ഡ് ആണെന്ന് തന്നെ പറയാം. അതായത് എൻജിൻ സ്പെക്കിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ എൻജിൻ പെർഫോമൻസിന് വേണ്ടിയിട്ട് അവർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നൽകിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് തീർച്ചയായിട്ടും പറയാം. അതായത് CVT പതിപ്പിൽ 2ാം ജനറേഷൻ ഹോണ്ട അമേസിനേക്കാൾ കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പറയാനുള്ളത് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനമാണെങ്കിൽ പോലും ലോ എൻഡ് RPMൽ അതായത് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. ലോ എൻഡ് RPMൽ മികച്ച ഫ്യൂൽ എഫിഷ്യൻസിക്കും റൈഡിംഗ് ക്വാളിറ്റിക്കും ഒക്കെ മികച്ചതാണ് 3ാം ജനറേഷനിലെ ഹോണ്ട അമീസ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്തേക്ക് വരുന്നത് ശരിക്കും 6000 RPMൽ 90 HP കരുത്തും അതേപോലെ തന്നെ 4800 RPMൽ 110 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഹോണ്ട അമീസിൻ്റെ എഞ്ചിന്. ഇതിൻ്റെ CVT പതിപ്പിന് 19.46 കിലോമീറ്ററാണ് അതിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി. മാനുവൽ ട്രാൻസ്മിഷന് 18.65 കിലോമീറ്ററാണ് ഫ്യൂൽ എഫിഷ്യൻസി. ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റീരിയർ കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ NVH ലെവൽസ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ശരിക്കും സ്റ്റിയറിംഗ് വൈബ്രേഷൻ കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്തേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ വോയിസ് അതുപോലെ ഡസ്റ്റ് ഓഡേഴ്സ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ സ്പ്രേ ഫോമിംഗ് നൽകിയിട്ടുണ്ട്. അതേപോലെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് സൗണ്ട് ഇൻസുലേറ്റർ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻജിൻ നോയ്സ് ആണെങ്കിലും റോഡിലെ ശബ്ദങ്ങളാണെങ്കിലും ഒക്കെ തന്നെയും ഇൻറ്റീരിയറിലേക്ക് വരുന്നതേയില്ല. മികച്ച NVH ലെവൽസ് എന്ന് തന്നെ പറയുന്നു. അതായത് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും എത്രത്തോളം കംഫർട്ടിന് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ഹോണ്ട അമീസ് 3ാം ജനറേഷൻ എത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹോണ്ടയുടെ അതിപ്രശസ്തമായ iVTEC 4 സിലിണ്ടർ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് അമീസിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഈട് നിൽക്കുന്നതും കൂടുതൽ കരുത്തുറ്റതുമാണ് ഈ എഞ്ചിൻ. റൈഡിംഗ് കംഫർട്ടിനും ഫ്യൂൽ എഫിഷ്യൻസിക്കും എല്ലാം പേര് കേട്ടതാണ് ഹോണ്ടയുടെ എഞ്ചിനുകൾ. ഹോണ്ട കാർസ് ഇഷ്ടപ്പെടുന്നവരുടെ ഏറ്റവും വലിയ ആകർഷണീയതയും ജാപ്പനീസ് ടെക്നോളജിയിലുള്ള ഈ 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. ഏറ്റവും മനോഹരമായ സെഡാൻ ഷേപ്പിലാണ് ഹോണ്ട അമീസ് എത്തുന്നത്. ട്രൂ സെഡാൻ ഷേപ്പ് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹോണ്ട അമീസ് മികച്ച രൂപഭംഗിയിൽ തന്നെയാണ് 3ാം ജനറേഷനിൽ എത്തിയിരിക്കുന്നത് എന്ന് പറയാം. മറ്റൊരു ഹൈലൈറ്റായി പറയേണ്ടത് ഹോണ്ട അമീസിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും മാനുവൽ ട്രാൻസ്മിഷനിലും CVT പതിപ്പിലും വാഹനം എത്തുന്നു എന്നുള്ളതാണ്. ബേസ് വേരിയൻറ്റിലെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ വില തുടങ്ങുന്നത് 8 ലക്ഷം രൂപയാണ്. അതിൻ്റെ CVT പതിപ്പിൻ്റെ വില 9,20,000 രൂപയാണ്. തൊട്ടടുത്ത വേരിയൻറ്റിൻ്റെ വില തുടങ്ങുന്നത് 9,10,000 രൂപയാണ്. അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് 10 ലക്ഷം രൂപയാണ് അതിൻ്റെ CVT പതിപ്പിന്. ZS എന്നുള്ളതാണ് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റ്. അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ വില 9,70,000 രൂപയാണ്. അതിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പ് അല്ലെങ്കിൽ CVT പതിപ്പിൻ്റെ വില 10,90,000 രൂപയാണ്. ഈ ഒരു ട്രിമ്മിലാണ് ഹോണ്ട അമീസിൽ അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ വരുന്നത്. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഏറ്റവും അഫോർഡബിളായിട്ടുള്ള അഡാസ് ലെവൽ 2 സൗകര്യമുള്ള വാഹനമാണ് ഹോണ്ട അമീസിൻ്റെ ടോപ്പ് ട്രിം എന്ന് പറയുന്നു. ഹോണ്ട അമീസിൻ്റെ ഇൻറ്റീരിയർ തീമിൽ യാതൊരു വിധമായ മാറ്റങ്ങളും വന്നിട്ടില്ല. ബേജും ബ്ലാക്കും ചേർന്ന അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഇൻറ്റീരിയറിനെ കൂടുതൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും സീറ്റ് കവറുകൾ ഒക്കെ നൽകുന്നുണ്ട്. 5 രീതിയിലുള്ള സീറ്റ് കവറുകൾ
ആക്സസറീസ് പാക്കേജിൽ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്കും ബീജും കലർന്ന മസാജർ സൗകര്യങ്ങളോട് കൂടിയ സീറ്റ് കവറുകളൊക്കെ തന്നെയാണ്. ഡാഷ്ബോർഡ് ഡിസൈനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഹോണ്ട എലിവേറ്റഡ് ഡിസൈനോട് ഏകദേശം സാമ്യം വരുന്നു. മുൻഭാഗത്ത് നമ്മൾ കണ്ട ആ ഒരു വൈഡ് ഗ്രില്ലിൻ്റെ സാമ്യം വരുന്ന ഒരു ടെക്സ്ചർ ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. ടോഗിൾസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. സ്റ്റാൻഡ് എലോണായി നിൽക്കുന്ന 8 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, 7 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ തന്നെ ഇതിനകത്തേക്ക് കാണാം. അലക്സ സ്മാർട്ട് വാച്ച് ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്തേക്ക് അഡാസ് ലെവൽ 2 സൗകര്യങ്ങളുടെ എല്ലാവിധ നോട്ടിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നീറ്റാണ്, ക്ലീനാണ്, ഒരു സിമ്പിൾ എലഗൻറ്റ് ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെയായിട്ട് വയർലെസ് ചാർജിങ് സൗകര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണുള്ളത്. 750 ml സ്റ്റോറേജ് സ്പേസ് എന്നാണ് അവർ പറയുന്നത്. മുൻഭാഗത്തായിട്ട് തന്നെ ഡ്യുവൽ കപ്പ് ഹോൾഡർ വന്നിരിക്കുന്നു. ഇവിടെയൊക്കെ തന്നെയും പവർ സോക്കറ്റുകൾ വന്നിരിക്കുന്നു. ഇൻറ്റീരിയറിൽ 4 പേർക്കുള്ള ഹാൻഡ് ഗ്രിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും റിയർ യാത്രക്കാർക്ക് വേണ്ടിയിട്ടും നൽകിയിരിക്കുന്നു. നമ്മളോടൊപ്പമുള്ളത് CVT പതിപ്പാണ്. ഇതിനകത്തേക്ക് പാഡിൽ ഷിഫ്റ്റർ വന്നിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് റിമോട്ട് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വന്നിരിക്കുന്നു. അപ്പം നമ്മൾ വാഹനത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൂളായി ഇരിക്കണമെങ്കിൽ നമുക്ക് കീ ഉപയോഗിച്ച് അത്തരത്തിലുള്ള സൗകര്യം ചെയ്യാം. അപ്പം ഇത് ആക്ടിവേറ്റ് ആയി എന്നറിയാൻ വേണ്ടിയിട്ട് ശരിക്കും ഇതിൻ്റെ ഹസാർഡ് ലൈറ്റ് ഒന്ന് കത്തി അണയും. 10 മിനിറ്റ് നേരത്തേക്കാണ് ഈ വാഹനം ഇങ്ങനെ റിമോട്ടായിട്ട് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ സമയം വേണമെങ്കിൽ വീണ്ടും കീ പ്രസ് ചെയ്താൽ മതി. ഇത് ശരിക്കും സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സൗകര്യമാണ്. 1.5 മീറ്റർ ദൂരത്തേക്ക് നമ്മൾ പോകുന്നുവെങ്കിൽ നമ്മളുടെ കയ്യിൽ കീ ഉണ്ട്, ഇതിൻ്റെ 4 ഡോറുകൾ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഈ കീയുമായിട്ട് നമ്മൾ വാഹനത്തിൽ നിന്ന് 1.5 മീറ്റർ ദൂരേക്ക് പോകുന്നുവെങ്കിൽ വാഹനം ഓട്ടോമാറ്റിക്കലി ലോക്കാകും. അപ്പം ലോക്ക് സൗകര്യവും ആൻറ്റി ലോക്ക് സൗകര്യവും സ്മാർട്ട് കീ വെച്ചിട്ടുള്ള ഈ ഒരു സൗകര്യം ഇത് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആണെന്ന് തന്നെ പറയും. അതായത് സെഡാൻ വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങളിൽ ഈ ഒരു സൗകര്യമുള്ള ആദ്യത്തെ വാഹനമാണ് ഹോണ്ട അമേസ്. വാഹനത്തിലേക്ക് ഹോണ്ട കണക്റ്റ് ആപ്പ് വന്നിട്ടുണ്ട്. 37-ലധികം കാർ കണക്റ്റഡ് ഫീച്ചേഴ്സാണ് ഇതിനകത്തേക്കുള്ളത്. ടെലിമാറ്റിക്സ് സൗകര്യം, അതായത് കാറും നമ്മളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് കാറിൻ്റെ എല്ലാവിധ കാര്യങ്ങൾ, സേഫ്റ്റി, സെക്യൂരിറ്റി, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ അറിയാൻ പറ്റും. ഇത് ശരിക്കും ഇപ്പോൾ 5 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് ഹോണ്ട കണക്റ്റിൻ്റെത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് 3 വേരിയൻറ്റുകളിലാണ് വാഹനം എത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. 8 ലക്ഷം രൂപ മുതൽ 10,90,000 രൂപ വരെയാണ് വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞു. ഡിസംബർ 4-ാം തീയതിയാണ് ഇത് പ്രഖ്യാപിച്ചത്. ആ ദിവസം മുതൽ 45 ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ്. ഏകദേശം ജാനുവരി 18 കൂടിയിട്ട് ഈ വിലയിൽ ഈ വാഹനം ലഭിക്കുന്നത് അവസാനിക്കുമെന്ന് പറയുന്നു. അപ്പം ഈ ഒരു കാലയളവിൽ തന്നെ ഹോണ്ട അമീസിൻ്റെ പുത്തൻ ജനറേഷൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ശരിക്കും ഇതൊരു ജെന്യൂൻ പ്രൈസാണ്, അഫോർഡബിൾ പ്രൈസാണ്. ഈ ഒരു പ്രൈസിൽ അഡാസ് ലെവൽ 2 സൗകര്യമുള്ള ഒരു വാഹനം നിങ്ങൾക്ക് അതും ഹോണ്ടയിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് തന്നെ പറയുന്നു. ഇവിടെ നിന്നുള്ള ഒരു യുണീക്ക് ലൈൻ്റെ തുടർച്ച ഡോർ പാനൽസിലേക്ക് മൊത്തമായിട്ട് കാണാം. അപ്പോൾ ആ ഒരു ഡിസൈൻ തുടർച്ച വളരെ മനോഹരമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ആംബിയൻസിന് ചേർന്ന രീതിയിൽ തന്നെ ബേജിലും ബ്ലാക്കിലും തന്നെ ഡോർ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നു. യൂട്ടിലിറ്റി സ്പേസ് കൂടിയിട്ടുണ്ട്. ശരിക്കും നല്ല യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയാം. സ്പീക്കറും ട്യൂട്ടറും ഒക്കെ തന്നെ കാണാം. വാഹനത്തിലേക്ക് 6 സ്പീക്കറുകളാണ് വന്നിരിക്കുന്നത്. നല്ല ഓഡിയോ ക്വാളിറ്റി തന്നെയുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് പോകാം. മറ്റൊന്ന് പറയാനുള്ളത്, ശരിക്കും ഇതിനകത്തേക്ക് വയേർഡ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേയും വന്നിട്ടുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. അതേപോലെ തന്നെ PM 2.5 എയർ ഫിൽറ്റർ വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയ 3-ാം ജനറേഷനിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. 5 അടി പൊക്കം മാത്രമുള്ള എനിക്ക് നല്ല ഹെഡ് റൂം, നല്ല ലെഗ് റൂം എന്നിവ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റുകൾ ഇവിടെ ഇങ്ങനെ കർവ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ലെഗ് റൂമിന് വേണ്ടിയിട്ടാണ്. പുതുതായി വന്നിരിക്കുന്ന ഒന്നെന്ന് വെച്ചാൽ റിയർ AC വെൻറ്റുകളാണ്. അതേപോലെ തന്നെ സീറ്റുകളുടെ അപ്പോൾസ്ട്രി അല്ലെങ്കിൽ സീറ്റിംഗ് കംഫർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല തൈ സപ്പോർട്ടും അതുപോലെ തന്നെ ലെമ്പാർഡ് സപ്പോർട്ടും ഒക്കെ തന്നെയുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന പിൻനിരയാണ്. ഇതിൻ്റെ 2-ാം നിരയിലെ ഹെഡ് റെസ്റ്റുകളൊന്നും തന്നെ സ്ലൈഡിംഗ് അല്ല, കപ്പ് ഹോൾഡറായിട്ടും ഹാൻഡ് റെസ്റ്റായിട്ടും ഇരിക്കാം. ശരിക്കും ഒരു കൊച്ചു കുട്ടിക്ക് നടുക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു സെഡാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വാഹനം ശരിക്കും 38 mm വൈഡർ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീൽ ബേസ് 2470 mm ആണ്.
സെഡാൻ സെഗ്മെന്റിൽ മറ്റെല്ലാ കോമ്പറ്റീറ്റേഴ്സിനെയും പിന്തള്ളി സേഫ്റ്റിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ് ഹോണ്ട അമേസ് എന്ന് പറയുന്നു. സെഗ്മെന്റ് ഫസ്റ്റ് ലെയിൻ വാച്ച് ക്യാമറ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. വെഹിക്കിൾ സ്റ്റെബിലിറ്റി അസിസ്റ്റ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിരിക്കുന്നു. എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ വന്നിരിക്കുന്നു. ഗ്ലോബൽ എൻക്യാപ്പിലെയോ ഭാരത് എൻക്യാപ്പിലെയോ റേറ്റിംഗ് കമ്പനി പുറത്തു വിട്ടിട്ടില്ല എങ്കിലും ഹോണ്ട അമേസ് കൊളിഷൻ പെർഫോമൻസ് റേറ്റിംഗ് ഇന്റേണൽ സേഫ്റ്റി ടെസ്റ്റിംഗ് നടത്തിയിരിക്കുന്നു. കറന്റ് സ്റ്റാൻഡേർഡ്സിനേക്കാൾ കൂടുതൽ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ ഈ വാഹനം കടന്നുപോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ വിവരങ്ങളും വാഹന നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷനും നമ്മൾ ഹോണ്ട അമേസിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട. ബോഡി റിജിഡിറ്റി അല്ലെങ്കിൽ കരുത്ത് കൂട്ടാൻ വേണ്ടി 45% അൾട്രാ ഹൈ ടെൻസൈൽ സ്റ്റീലാണ് ഇതിനകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. സ്ട്രക്ചറൽ റിജിഡിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിലും അഡാസ് ലെവൽ 2 സൗകര്യങ്ങളിലെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഹോണ്ട അമേസ് ഒരുപാട് മുന്നിലാണ് എന്ന് തന്നെ പറയുന്നു. ഇതിനകത്തേക്ക് കൊളിഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഓട്ടോ ഹൈ ബീം, റോഡ് ഡിപ്പാർച്ചർ മിറ്റിഗേഷൻ സിസ്റ്റം, ലെയിൻ വാച്ച് ക്യാമറ എന്നിങ്ങനെയുള്ള മികച്ച സൗകര്യങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നു. ഗോവയിൽ വെച്ചുള്ള ഹോണ്ട അമേസിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈ വാഹനം ഏത് തിരക്കിലൂടെയും ഏത് ഹൈവേയിലൂടെയും ഏത് ഇടുങ്ങിയ റോഡിലൂടെയും കൊണ്ടുപോകാം. അതായത് ഈസി മാനുവറിങ് എന്ന് പറഞ്ഞ ആ ഒരു സൗകര്യം. ഇതിൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് 4.7 മീറ്ററാണ്. അപ്പോൾ ലോ RPM ഈ വാഹനം ഒരു ബെസ്റ്റ് പെർഫോമറാണ്. 110 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 90 HP പവറുമുള്ള ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിംഗ് അനുഭവം മികച്ചതാണ്. ഇന്റീരിയർ കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയത് ഇതിലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. കൂളിംഗ് ഒരുപാട് ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റിയറിൽ ശരിക്കും 45% ഫാസ്റ്റർ കൂളിംഗ് ആണ് പുത്തൻ ഹോണ്ട അമേസിൽ എത്തിയിരിക്കുന്നത്. അതായത് മുൻ ജനറേഷനേക്കാൾ ആണ് പറഞ്ഞത്. അതേപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ മികച്ച സസ്പെൻഷൻ, NVH ലെവൽസിനെ കുറിച്ചിട്ട് എടുത്തു പറയുന്നു. നമ്മളുടെ കാഴ്ചയെ ഒരു രീതിയിലും ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നും തന്നെ ഈ ഡാഷ്ബോർഡ് ഡിസൈനിലോ ഈ ഒരു പില്ലറിലോ ഒന്നും തന്നെ ഇല്ല. വിശാലമായ ഒരു വിൻഡോ ലൈൻ, അതുപോലെ തന്നെ കാഴ്ച. അപ്പോൾ റോഡ് ക്ലിയറൻസ് വളരെ നല്ലതാണ്. 2018 സെക്കൻഡ് ജനറേഷൻ ഹോണ്ട അമേസ് എത്തിയത്. അതിനുശേഷം 6 വർഷത്തെ ഒരു ഗ്യാപ്പ്, അതിനിടയിലുള്ള റിസർച്ച്, അതിൻ്റെ ഫലമായിട്ട് ഇവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ, അതിൻ്റെ NVH ലെവൽ കൂട്ടാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നമുക്ക് തേർഡ് ജനറേഷൻ ഹോണ്ട അമേസിൽ കാണാം. എന്തായാലും ഇൻറ്റീരിയർ കംഫർട്ടിന് ഒരുപാട് പ്രാധാന്യം നൽകി ഫാമിലി ഓഡിയൻസിനോടൊപ്പം തന്നെ ടെക്നോളജിക്ക് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ട് ന്യൂ ജനറേഷൻ മനുഷ്യരെയും ആകർഷിക്കാനുള്ള എല്ലാം തന്നെ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. സെഡാൻ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചോളം ഇതൊരു മികച്ച ചോയ്സാണ്. ഹോണ്ട അമേസിൻ്റെ 3ാം ജനറേഷൻ്റെ CVT പതിപ്പ് ഏകദേശം 60 കിലോമീറ്റർ ദൂരമെങ്കിലും ഓടിച്ചു. അപ്പോൾ ഈ വാഹനത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുൻ ജനറേഷനേക്കാൾ ഇതിൻ്റെ ഒരു ഓവർടേക്കിംഗ് പെർഫോമൻസ് മെച്ചമായി തോന്നി. അതുപോലെ തന്നെ സ്മൂത്തായിട്ടുള്ള പാഡിൽ ഷിഫ്റ്റ് ഓപ്പറേഷനാണ് സാധ്യമായത്. അതേപോലെ തന്നെ എൻജിൻ റെസ്പോൺസ് വളരെ മികച്ചതാണ്. യാതൊരു വിധമായ ലാഗിങ്ങും തോന്നുന്നില്ല എന്ന് തന്നെ പറയുന്നു. വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസ് മികച്ചതാണ്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഹാൻഡിലിംഗ് സാധ്യമാകുന്നു. ഉയർന്ന സ്പീഡിൽ പോലും വാഹനം മികച്ച സ്റ്റെബിലിറ്റിയാണ് നൽകുന്നത്. ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഒരു റൈഡിംഗ് കംഫർട്ടാണ്. CVT പതിപ്പും മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനവും ഓടിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഈ 2 വാഹനങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ് എന്നുകൂടി എടുത്തു പറയുന്നു.